ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വദേശത്തിരുന്നിട്ടാണെങ്കിലും വിദേശത്തിരുന്നിട്ടാണെങ്കിലും മാതൃരാജ്യത്തെ കുത്തിപ്പറയുകയും കൊച്ചാക്കി കാണിക്കുകയും ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും അത് രാജ്യവിരുദ്ധരുടെ പട്ടികയിൽ തന്നെയാണ് വരുന്നത്. അതിനെയും കൊലകൊമ്പത്തെ മൂത്ത സംഘടനയുടെ അതിനേക്കാൾ വലിയ കൊച്ചാപ്പായോ മൂത്താപ്പായോ ആണെങ്കിലും ലോകം കീഴടക്കിയ ജേർണലിസ്റ്റ് ആണെങ്കിലും ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ആക്ടിവിസ്റ്റുകളാണെങ്കിലും ഫിലിം സ്റ്റാറുകളാണെങ്കിലും സ്പോർട്സ് താരങ്ങളോ ആർട്സ് താരങ്ങളോ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും തരത്തിൽ പുരസ്കാരങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ശരി, ഈ രാജ്യത്തെക്കുറിച്ച് ദൂഷിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഈ രാജ്യം തകർന്നു കാണണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഈ രാജ്യത്തിന്റെ ശത്രുരാജ്യങ്ങളുമായി കൈകോർത്ത് ഹിഡൻ അജണ്ടയുണ്ടാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ശരി, അജ്ഞാതർ പുറകെയുണ്ട്. അതിനെയും ഏതു വലിയ കാനഡ കൊച്ചമ്മയാണെങ്കിലും ലണ്ടനിൽ നിന്ന് എഴുതി ഗാംഭീര്യമായ വാക്കുകളിലൂടെ ലോകത്തെ ത്രസിപ്പിക്കുന്ന നിതാശ കൗളുകളാണെങ്കിലും ശരി, ഏത് ലവളുമാരാണെങ്കിലും അജ്ഞാതർ പുറകെയുണ്ട്. ഇന്ത്യ ഒരവസരം കാത്തിരിക്കുകയാണ്. കാനഡ കൊച്ചമ്മയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണെങ്കിലും ശരി, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൗരത്വവും അത് നൽകുന്ന സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ഒക്കെ യഥേഷ്ടം അനുഭവിച്ച് ആസ്വദിച്ച് ഒടുവിൽ അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുകയോ അതല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളുമായി കൈകോർക്കുകയോ ചെയ്യുമ്പോൾ സ്വന്തം നമ്മുടെ മാതൃരാജ്യം പെറ്റമ്മയെ പോലെ തുല്യമാണെന്ന് പഠിച്ച നമുക്ക് നമ്മുടെ രാജ്യം ഒന്നുമല്ലാതായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ നന്ദികേട് വേറെ ഉണ്ടാകില്ല. ഒരു രാജ്യവും ഒരിക്കലും ക്ഷമിക്കാത്ത പാപകർമ്മമാണ്, ഒരിക്കലും പൊറുക്കാത്ത മാപ്പർഹിക്കാത്ത തെറ്റാണ് ആ രാജ്യത്തെ സംബന്ധിച്ച് ദൂഷിച്ച് സംസാരിക്കുക എന്നത്, ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുക എന്നത്. ഇക്കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ 7 വലിയ ഭീകരരുടെ തലയാണ് കൂട്ടിയിട്ട് വെട്ടിയത്. എന്തിനാണ്? ആ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. സൗദി അറേബ്യ എന്ന രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ആ രാജ്യത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുക്കളുമായി കൈകോർത്തു, അവരുമായി ചില കരാറുകൾ ഉറപ്പിച്ചു. അങ്ങനെ ആ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചാൽ പിന്നീട് ആ രാജ്യം പൊറുക്കുമോ? ഈ രാജ്യത്തും അത്തരം ഒരു നയവും നിലപാടുമാണ് വേണ്ടത്. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ഷൂട്ട് അറ്റ് സൈറ്റ്, കൂട്ടിയിട്ട സെക്കൻഡിൽ കത്തിക്കണം, അതല്ലെങ്കിൽ തലയെടുക്കണം. പിന്നീട് ആ തല ആ ഉടലിൽ വെക്കാൻ അനുവദിക്കരുത്. ആ ഒരു നിയമവും നയവും നിലപാടും ഒരു പക്ഷേ ഇന്ത്യ സ്വീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സുസ്ഥിരമായ രാജ്യമായി ഈ മഹാഭാരതം മാറുമായിരുന്നു. ഇപ്പോ ഇന്ത്യ കുറച്ചായി തിരയുന്ന, ഇന്ത്യ തലയ്ക്ക് വിലയിട്ട ഒരു കുപ്രസിദ്ധനായ ഭീകരന്റെ മരണവാർത്തയാണ് ഇന്ത്യ ഇന്നറിഞ്ഞത്. ഷെയ്ഖ് ജമീലുർ റഹ്മാൻ എന്ന വ്യക്തിയാണ്. അയാള് പാകിസ്ഥാനിലാണ് ജീവൻ പൊലിഞ്ഞത്. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ സ്വന്തം രാജ്യം എന്നറിയപ്പെടുന്ന പാകിസ്ഥാനിൽ തന്നെ ഇത്തരം ഇന്ത്യ വിരുദ്ധരുടെ തലകൾ തെറിക്കുന്നതും നല്ലത്. ഇന്ത്യ തിരയുന്ന ഒരു കുപ്രസിദ്ധ ഭീകരൻ കൂടി പാകിസ്ഥാനിൽ മരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് ഇന്ത്യയെ തേടിയെത്തിയത്. കാശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീലുർ റഹ്മാനാണ് കൊല്ലപ്പെട്ടോ മരിച്ചു. യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറലാണ് ഷെയ്ഖ് ജമീൽ. 2022 ഒക്ടോബറിൽ ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. ഖൈബർ പഷ്തൂൺഖ പ്രവിശ്യയില് അബോട്ടാബാദിലാണ് ശനിയാഴ്ച ഇയാളെ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച രൂപത്തിൽ കണ്ടെത്തിയത്. ഭീകര സംഘടനയായ തെഹ്രിക്കുൽ മുജാഹിദീന്റെ തലവൻ കൂടിയാണ് മരിച്ച ഷെയ്ഖ് ജമീലുർ റഹ്മാൻ. ഇയാളുടെ മരണകാരണം വ്യക്തമല്ല എന്ന് അധികൃതർ അറിയിച്ചു. പാക് രഹസ്യാന്വേഷണ സംഘടനയായ ISIയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഇയാൾ. ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ തിരയുകയായിരുന്ന 20ഓളം ഭീകരരാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വിവിധ രാജ്യങ്ങളിലായി കൊല്ലപ്പെട്ടത്. ഈ പട്ടികയിലെ അവസാനത്തെ കണ്ണിയാണ് ഷെയ്ഖ് ജമീലുർ റഹ്മാൻ. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർ കാനഡയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, പാകിസ്ഥാനിലാകട്ടെ,
ഏതു വലിയ ലഷ്കർ ഇ തൊയ്ബയുടെയും അൽ ഖ്വയ്ദയുടെയും ഹിസ്ബുല്ലയുടെയും സംരക്ഷണ വലയത്തിലാണെങ്കിലും ശരി, സൂചി പോയിന്റിൽ അവരെ തീർക്കാൻ ഇന്ന് ഇന്ത്യൻ സൈനികർ സജ്ജരാണ്. ഇന്ത്യയുടെ ചാരസംഘടനയായ റോയ്ക്കറിയാം, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തലച്ചോറുകൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് ചലിച്ചാലും ശരി, എത്ര പോകുമെന്ന് അറിയാൻ വേണ്ടി ഒരു പരിധി വരെ ഊരി വിടുമെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുതറാൻ അനുവദിക്കില്ല. അത് ഇന്ത്യയുടെ ഒരു രീതിയാണ്. ഇക്കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിച്ച നിരവധി തലകൾ തെറിക്കുന്നത്, സൂചി പോയിന്റിൽ തെറിക്കുന്നത് നമ്മൾ കണ്ടു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ, ഭാരതത്തിന്റെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ പട്ടികയിലുള്ള ജയ്ഷെ ഭീകരനായ ഷാഹിദ് ലത്തീഫിനെ ഒരാൾക്കും കൊല്ലാൻ സാധിക്കില്ല എന്ന് വെല്ലുവിളിച്ച ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഷാഹിദ് ലത്തീഫും കൊല്ലപ്പെട്ടു. ലഹരി തീവ്രവാദ കേസുകളിൽ ജമ്മു കാശ്മീരിൽ അറസ്റ്റിലായ 16 വർഷത്തെ തടവിന് ശേഷം വാഗ അതിർത്തിയിലൂടെ നാട് കടത്തപ്പെട്ട ഷാഹിദ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ കേസിലെയും മുഖ്യപ്രതിയായിരുന്നു. പാകിസ്ഥാനിലെ സിയാൽകോട്ടിലെ പള്ളിയിൽ വെച്ച് അജ്ഞാതരാണ് ഷാഹിദിനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചത്. ഭാരതത്തിനെതിരെ പടവാളോങ്ങുന്ന ഭീകര സംഘടനാ നേതാക്കളെ തലതെറിപ്പിക്കുന്ന തിരക്കിലാണ് അജ്ഞാതർ. ആരാണ് ഈ അജ്ഞാതൻ? എന്തിനാണ് ഈ അജ്ഞാതൻ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം ഉയരുമ്പോൾ ഇന്ത്യയെ സംരക്ഷിക്കാൻ എന്ന് തന്നെയാണ് ഉത്തരം. പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ നേതാക്കളാണ് ഒന്നൊന്നായി കൊല്ലപ്പെട്ടത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ തലവനുമായ ഹഫീസ് സയ്യിദിന്റെ മകനെയും അടുത്ത അനുയായിയെയും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അജ്ഞാതർ വധിച്ചത്. ഹഫീസ് സയ്യിദിന്റെ മകനായ ഇബ്രാഹിം ഹഫീസ് കമാലുദ്ദീൻ സയ്യിദിന്റെ മൃതദേഹം പെഷവാറിനടുത്ത് ജബാവാലിയിലാണ് കണ്ടെത്തിയത്. സയ്യിദിന്റെ ഏറ്റവും അടുത്ത ആളായ മുഫ്തി കൈസർ ഫാറൂഖിനെതിരെ അജ്ഞാതരായ ഒരു സംഘം ആളുകൾ കറാച്ചിയിൽ വെച്ച് വെടിയുതിർത്തു. ഇങ്ങനെ ഇന്ത്യക്കെതിരെ പടവാളോങ്ങിയ വലിയ വലിയ സംഘടനാ നേതാക്കന്മാരായ ഭീകരരെ, ഒരുപാട് ഭീകരാക്രമണങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച, സ്ഫോടനങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച, മുഖ്യധാര ഇന്ത്യയുടെ പലതരത്തിലുള്ള ആളുകളെയും കൊന്ന് വിജയം വരിച്ച ഈ ഭീകരരുടെ തലകളാണ് അജ്ഞാതർ തെറിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ റാവൽപിണ്ടിയിൽ ഹിസ്ബുൽ മുജാഹിദീൻ തലവനായ സയ്യിദ് സലാഹുദ്ദീന്റെ കമാൻഡറും അടുത്ത അനുയായിയുമായ ബഷീർ പീർ കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. ISI ആസ്ഥാനത്തിന്റെ സമീപത്ത് വെച്ചാണ് അജ്ഞാതർ പീറിനെ കൊലപ്പെടുത്തിയത്. ISIയുടെ കേന്ദ്രത്തിലാണെങ്കിലും ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രത്തിലാണെങ്കിലും ഹിസ്ബുല്ലയാണെങ്കിലും ഹിസ്ബുൽ മുജാഹിദീന്റെ കേന്ദ്രത്തിലാണെങ്കിലും ശരി, ഇന്ത്യക്കെതിരെ നാവുയർത്തിയ ആളാണെങ്കിൽ, ഇന്ത്യക്കെതിരെ ആയുധമുയർത്തിയ ആളാണെങ്കിൽ ആ തല തെറിപ്പിക്കാൻ അജ്ഞാതർ തൊട്ടുപുറകെ ഉണ്ട്. നിഴലിനെ പോലും സംശയിക്കണം. കഴിഞ്ഞ സെപ്റ്റംബറില് റാവൽകോട്ടില് അബു കാസിം കാശ്മീരി, നസീമാബാദിലെ ഖാരി ഖുറം ഷെഹ്സാദ് ഈ 2 ലഷ്കർ ഇ തൊയ്ബ ഭീകരന്മാരെ കൊന്നു. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള മൗലവി മൗലാന സിയാബുർ റഹ്മാനെയും അജ്ഞാതർ കൊന്നു. കൊലപാതകങ്ങൾ പാക് ചാരസംഘടനയായ ISIയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഖലിസ്ഥാൻ നേതാക്കൾ കാനഡയിൽ കൊല്ലപ്പെടുന്നു. ലഷ്കർ ഇ തൊയ്ബ ഭീകരർ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നു. അജ്ഞാതരാണ് ഇവരെ എല്ലാം കൊന്നൊടുക്കുന്നത്. അജ്ഞാതർക്ക് പിന്നിൽ ഭാരതമാണ് എന്ന് തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും വിദേശ മാധ്യമങ്ങൾ എഴുതുന്നത്. കാനഡ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞു, പാകിസ്ഥാൻ അങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉയർത്താൻ ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഭാരതത്തിന്റെ മിടുക്കായിട്ട് തന്നെയാണ് ഭീകരരുടെ ഉന്മൂലനത്തെ കാണുന്നത്. സുരക്ഷാ ഉപദേശകനായ അജിത് ഡോവലിന്റെ ചിത്രം സഹിതമാണ് വാർത്തകൾ വിദേശ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായി ഭാരതം അത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്തുന്ന, ഇന്ത്യക്കെതിരെ ആയുധമെടുക്കുന്ന ആളുകളാണ് ഈ കൊല്ലപ്പെടുന്നവരിൽ അധികവും. നന്ദി.